ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി അമ്പാടിയിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ നന്ദഗോപര് വസുദേവരെ കണ്ടതും ആ വസുദേവര് കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് പല രീതിയിലുള്ള ജ്ഞാനങ്ങളനുസരിച്ച് ജ്യോതിഷം ഒക്കെ വശാക്കിയ രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ പല വിധത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള വസുദേവര് നന്ദഗോപരോട് പറഞ്ഞു, നന്ദ, വേഗം അങ്ങ് കരമടച്ചെങ്കിൽ മധുരയിലെ അമ്പാടിയിലേക്ക് ചെല്ലൂ. അവിടെ എന്തൊക്കെയോ ഒരു അനർത്ഥങ്ങള് വരുന്നുണ്ടോ എന്നൊരു തോന്നല്. അപ്പൊ യഥാർത്ഥത്തില് മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഒരു ദുഃഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മമാർക്കും അച്ഛന്മാർക്കും വേഗം അത് മനസ്സിലാക്കാൻ സാധിക്കും. വസുദേവർക്ക് തോന്നിയതായിട്ടുള്ള ആ തോന്നലിനെ നന്ദഗോപരന് പറഞ്ഞു കൊടുക്കുകയും നന്ദൻ ആ വസുദേവരുടെ വാക്കുകളെയൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് വേഗം അമ്പാടിയിലേക്ക് എത്തി. ഇവിടെ അമ്പാടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? ആദ്യത്തെ ഒരു ലീല, ഭഗവാന്റെ ലീല തുടങ്ങുകയാണ്. പൂതനാമോക്ഷം എന്നുള്ള ലീല. പൂതന എന്ന് പറഞ്ഞാല്, പൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധം അല്ലെ? പൂതന എന്ന് പറഞ്ഞാൽ ശുദ്ധമല്ലാത്തവള്. ഇപ്പൊ നമ്മളിപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആരാ ഇവിടെ ശുദ്ധമല്ലാതെ ജനിക്കുന്നത്? ആരുമില്ല. എന്നാൽ ആസുരീക ഭാവത്തിന്റെ മൂർത്തിമൽ ഭാവത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സാത്വികത നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ചില രോഗങ്ങളാണ് എന്ന് പറയും. ആയുർവേദങ്ങളിലൊക്കെ പൂതന എന്ന് പറയുന്നത് ഒരു 10-14 വയസ്സുള്ള കുട്ടികൾക്ക് വരാവുന്ന ഒരു രോഗമാണ്. എങ്ങനെയാണ് ആ രോഗം എന്ന് പറഞ്ഞാല്, തൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അധർമ്മങ്ങള് ചെയ്തു കൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു രോഗം, ബാലഗ്രഹം എന്നൊക്കെ പറയും. എന്തായാലും പ്രലംബ ബഹുചാണൂര തൃണാവർത്ത മഹാശനൈഹി, അങ്ങനെയുള്ള മന്ത്രിമാരുടെ ഇടയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആ പൂതന ഇന്നിതാ അമ്പാടിയിലേക്ക് കണ്ണനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്നു. ആസുരീക ഭാവത്തോടുകൂടി തൻ്റെ ശരീരം പോലും മഹാനൈവേദ്യമായിക്കൊണ്ട് കൊടുത്തതായിട്ടുള്ള ആ പൂതനയ്ക്ക് പോലും മോക്ഷം കൊടുത്തു എങ്കിൽ എന്നും നിത്യം ശുദ്ധമായിട്ടുള്ള പാലും വെണ്ണയും കൊടുക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെയോ അല്ലെ മറ്റ് ഭക്തന്മാരുടെയോ കഥ പറയാനുണ്ടോ? യഥാർത്ഥത്തിൽ ഭഗവാനെ ആശ്രയിക്കുക, അത് മാത്രം. അവിടെ നന്ദഗോപരും കൂട്ടരും വസുദേവര് പറഞ്ഞതനുസരിച്ചുകൊണ്ട് അതിലെന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തി. ഗോകുലത്തില് അനിഷ്ട സംഭവങ്ങൾ നടക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ട് അവിടെ ആ കുട്ടികളെ കൊല്ലുന്നതിൽ കൗതുകം കണ്ടെത്തുന്നതായിട്ടുള്ള പൂതന എന്ന പൂതനാലോകബാലഗ്നി ശിശുംശ്ചാര നിഘ്നന്തി പുരഗ്രാമപ്രജാതിഷു. അവിടെ നഗരം, ഗ്രാമം, ഗോകുലം തുടങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങളില് വിനോദകർമ്മങ്ങളോടുകൂടി കൊണ്ട് കുട്ടികളെ കൊല്ലുന്നത് തൻ്റെ ഒരു ജോലിയാക്കിക്കൊണ്ട് രുധിരാശന, അശനം രുധിരമാകുക. അത് എങ്ങനെയുള്ള കുട്ടികളുടെ രക്തമാണ് അവളുടെ അശനം, അവളുടെ ആഹാരം. അപ്പൊ ആ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കൗതുകമായിട്ട് കുട്ടികളെയൊക്കെ കൊല്ലുക, ശിശുഹത്യ നടത്തിക്കൊണ്ട് ഇങ്ങനെ വിലസിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള പൂതനയെ കുറിച്ചൊക്കെ അവിടുന്ന് മനസ്സിലായി. നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തൂർ യാതുധാന്യശ്ച തത്രഹി. അവരവരുടെ കർമ്മങ്ങളിൽ നിരതരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരുടെ നാഥനായിട്ടുള്ള ആ മഹാവിഷ്ണുവിന്റെ അവതാര രൂപമായിട്ടുള്ള ഭഗവാനെ
ആ ഭഗവത് സ്മരണയോ അല്ലെങ്കിൽ ശ്രവണ കീർത്തനാദികളോ ഒക്കെ എവിടെയാണോ ഇല്ലാത്തത് അവിടെ മാത്രമേ യഥാർത്ഥത്തില് ഈ പൂതനയ്ക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. രാക്ഷസന്മാർക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. കുർവന്തി സത്വതാം ഭർത്തുർ യാതുധാന്യശ്ച തത്രഹി. എന്നാൽ ഈ പൂതനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ സ്വതസിദ്ധമായിട്ടുള്ള ഒരു വേഷത്തോടുകൂടി ചെന്നാൽ സാധിക്കുമോ അവിടെ? ഇല്ല. തൻ്റെ വേഷം മാറ്റണം. അവിടെ വേഷം മാറ്റി എങ്ങനെയാണോ ഗോപികമാര് കണ്ണാ 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 എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയോടുകൂടി അമ്പാടിയിലേക്ക് ചെല്ലുന്നത്, അവർക്കാണ് ആ കണ്ണനെ കാണാൻ സാധിക്കുക. ഇനി കണ്ണന് വിഷം കൊടുക്കാനാണെങ്കിൽ പോലും കണ്ണന്റെ അടുത്ത് ചെല്ലണ്ടേ? അപ്പൊ കണ്ണന്റെ അടുത്ത് ചെല്ലണമെങ്കിലും കുറച്ച് അല്ലെ ഭാവവ്യത്യാസം വരുത്തിയാലേ സാധിക്കുകയുള്ളൂ അവിടെ. അല്ലാതെ ആ ഒരു ഭാഗത്തേക്ക്, ആ ഗോകുലത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇന്ന് അമ്പാടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗോപന്മാരും ഗോപികമാരും ഇന്ന് എന്തോ ഒരു ഞങ്ങൾക്കൊരു കവചം കിട്ടിയതുപോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വൃന്ദാവനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടെ വീടുകൾക്ക് പൂട്ടുകൾ പോലുമില്ല. കുറച്ച് കാലേ ആയുള്ളൂ എന്ന് പറയാ വീടുകളൊക്കെ പൂട്ടാൻ തുടങ്ങിയിട്ട്. അവിടെ കള്ളന്മാരെന്നുള്ള ആൾക്കാരില്ല. അവിടെ കള്ളനുണ്ടെങ്കിൽ പെരുങ്കള്ളൻ ഒരാളേ ഉള്ളൂ. ആരാണ്? ഹൃദയചോരൻ, അല്ലെ? ചിത്തചോരനായിട്ടുള്ള ആ കണ്ണനല്ലാതെ വേറൊരു കള്ളനില്ല അവിടെ. ഇപ്പം വലിയൊരു കള്ളൻ ഉള്ളയിടത്ത് ഇനി മറ്റു കള്ളന്മാർക്ക് അവിടെ സ്ഥാനമുണ്ടോ? അതുകൊണ്ട് ആ പൂതന അവിടുന്ന് വേഷമൊക്കെ മാറി അവളുടെ ആ മായാ സൗന്ദര്യത്തില് ലക്ഷ്മി ദേവി എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതിനനുസരിച്ച് ആ പൂതന ഒരുങ്ങി. താം കേശബന്ധവിതിഷിക്തമല്ലികാം ബൃഹന്നിതംബസ്തന കൃച്ഛ്രമധ്യമാം സുവാസസംഗംബിത കർണഭൂഷണത്യുഷോല്ലസ കുന്തളമണ്ഡിതാനനാം വൽഗുസ്മിത അപാംഗവിസർഗ വീക്ഷിതൈർമനോഹരന്തീം വനിതാം വ്രജൗകസാമമം സതാം ഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. യഥാർത്ഥത്തില് പൂതന തൻ്റെ യഥാർത്ഥ രൂപത്തെ മാറ്റി മായാവിത്തത്തിലൂടെ അന്ന് ലക്ഷ്മി ദേവി എങ്ങനെയാണോ ആ എന്താണ് സ്വയംവരത്തിന് തയ്യാറായിക്കൊണ്ട് പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നത്, അതേ രൂപത്തിലതാ ഇവിടെ ആ പൂതന താം കേശബദ്ധ വ്യതിഷിക്തമല്ലികാം. ഇന്നത്തെ സ്ത്രീകളെ പോലെയുള്ള പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാല് കേശഭാരമായിട്ട് തന്നെ കൊണ്ടു നടക്കായിരുന്നു. അതൊരു അരങ്ങായിരുന്നു. ഇന്നങ്ങനെയല്ല, ഉള്ളതൊക്കെ മുറിച്ച് കളയുക, അല്ലെ? അപ്പൊ അങ്ങനെയല്ല അന്ന്. കാരണം ഈ കേശത്തില് ധാരാളം സാധനങ്ങൾ സംഭരിച്ചു വെക്കാനുണ്ട്. എന്തൊക്കെ ചാർത്താനുണ്ട്? പൂക്കൾ ചാർത്താനുണ്ട്, അല്ലേ? സ്ലൈഡ് കുത്തണം, ആ എന്തൊക്കെയോ സാധനങ്ങൾ ഈ കേശഭാരത്തിലേക്ക് കയറ്റാനുണ്ട്. അപ്പം അതിനുള്ള സ്ഥലങ്ങൾ വേണ്ടേ? കേതാം കേശബന്ധ വ്യതിഷിക്തമല്ലികാം. ആ കേശഭാരം അങ്ങോട്ട് അഴിച്ചിട്ടു, അതിലേക്ക് നിറച്ച് ചീകി വൃത്തിയാക്കി കുന്തളങ്ങളൊക്കെ ഒതുക്കി കെട്ടി ദാ ആ മുല്ലമാലകള് പൂർണ്ണമായിട്ട് ദാ അതിലേക്ക് അങ്ങോട്ട് വെച്ച് കെട്ടി. അവിടെ കേശഭാരങ്ങളൊക്കെ കെട്ടി. ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസംകമ്പിത കർണഭൂഷണത്യുഷോല്ലസൽ കുന്തളമണ്ഡിതാനനാം. അത് തന്നെയല്ല, നല്ല വെളുത്ത വസ്ത്രം. രാക്ഷസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെളുപ്പെന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ശത്രുതയാണ്. പക്ഷേ വെളുപ്പ് എന്തിന്റെ പ്രതീകമാണ്? അത് ശുദ്ധതയുടെ പ്രതീകമാണ്. ഇപ്പൊ കണ്ടാൽ എല്ലാവരും ഇവിടെ ശുദ്ധയായിട്ടുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു, അല്ലെ? നമ്മൾ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അമ്മമാര് അല്ലെ സെറ്റ് ഉടുക്കുക, അതൊരു പ്രത്യേകത. ആ സെറ്റ് ഉടുക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നൈർമല്യത, മനസ്സിന്റെ നൈർമല്യത എന്തായാലും പൂതനയും അതുപോലെ തന്നെ ആ വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് കർണാഭരണങ്ങള് ഭൂഷണങ്ങള് എല്ലാം ധരിച്ചുകൊണ്ട് ആ അമ്പാടിയിലേക്ക് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എങ്ങനെയാണ് അവിടെ
അവിടെ യശോദാമയുടെ ഇപ്പോ അമ്പാടിയിലെ സംബന്ധിച്ചിടത്തോളം ആ മുറ്റത്തേക്ക് ആ പൂമുഖത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ഗോപികമാരും ഗോപന്മാരും നിറഞ്ഞു നിൽക്കുന്നു അവിടെ. യശോദമ്മയ്ക്ക് ഉണ്ണി ഉണ്ടായതിൽ പിന്നെ ഇപ്പൊ അവരുടെ അവർക്ക് ഗൃഹത്തിൽ പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവര് ഗൃഹത്തിൽ വെച്ച് ഇത്രയും കാലം പൂജിച്ച് അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു ഈശ്വര രൂപത്തെ ഇന്നിതാ അമ്പാടിയിൽ വിളങ്ങി നിൽക്കുന്നു. അപ്പൊ സദാസമയവും അവരിപ്പോ അമ്പാടിയിലാണ്. ഉണ്ണിയുടെ വളർച്ച കണ്ടുകൊണ്ട് അമ്മ എങ്ങനെയാണോ മക്കളുടെ വളർച്ചയെ കണ്ട് ആനന്ദിക്കുന്നത്, അതേപോലെ ആ യശോദാമയുടെ ഭാഗ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷം ആ കണ്ണനെ ഒന്ന് എടുക്കാൻ സാധിച്ചാല്, ഒന്ന് ഉമ്മ വയ്ക്കാൻ സാധിച്ചാല്, ഒന്ന് ആ ഒരു നെറ്റിയിൽ ഒന്ന് ചുംബിക്കാൻ സാധിച്ചാല് എന്ന് ഇവർ പരസ്പരം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദിച്ചു. ഗോപാല നിതംബനീനാം കരം പകർന്നാശു വിളങ്ങി മാധവൻ വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരിഞ്ഞു മണ്ടുന്നൊരു വണ്ടു പോലെ. വരുന്ന ഗോപാല നിതംബനീനാം കരം പകർന്നാശു വിളങ്ങി മാധവൻ. ഓരോരുത്തരങ്ങ് വരും ഗോപികമാര്, കണ്ണനെ അങ്ങ് എടുക്കും, അവിടുന്ന് ലാളിക്കും. കുറച്ചു നേരം അങ്ങോട്ട് ആ ആത്മാനന്ദത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് അടുത്ത ആൾ കൈ കാണിക്കും. നേരെ ആ തനിക്ക് കൊടുക്കാൻ മടിയില്ലാതെ. എന്താ മടിയില്ലാത്തത്? കാരണം ഈ ഒരു ആനന്ദം ഓരോരുത്തരും അനുഭവിക്കുന്നു അല്ലെ, അവർക്കൊക്കെ അത് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അടുത്ത ഗോപികളുടെ കൊടുക്കും. ഇങ്ങനെ വരുന്ന ഗോപാല നിതംബനീനാം കരം പകർന്നാശു വിളങ്ങി മാധവൻ. എങ്ങനെയാണ് ഇത് മാധവൻ ഇങ്ങനെ വിളങ്ങിയതെന്ന് അവിടെ പറയുന്നത് കവി. വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരിഞ്ഞു മണ്ടുന്നൊരു വണ്ടു പോലെ. വണ്ടുകള് പുഷ്പങ്ങളിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാല് ഓരോ പുഷ്പങ്ങളിലും മധുരം അങ്ങോട്ട് ആ മധു അങ്ങോട്ട് സ്വീകരിച്ചു വരുമ്പോഴത്തേക്കും ഇതല്ല, അടുത്ത പുഷ്പത്തിലാണ് കൂടുതൽ മാധുര്യം എന്ന് പറഞ്ഞത്. അടുത്ത പുഷ്പങ്ങളിലേക്ക് ഇങ്ങനെ വണ്ടുകൾ മാറി 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 പോകുന്നത് പോലെ ആ സച്ചിദാനന്ദ കട്ട ആ ഓരോരുത്തരുടെ കൈകളിൽ നിന്നും മാറി 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 അങ്ങനെ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും യശോദാമ്മ പറഞ്ഞു, മതി മതി, ഇനി കുട്ടനെ കുറച്ചു നേരം ഒന്ന് വിശ്രമം കൊടുക്കാം. സദാസമയം എടുത്തോണ്ടിരിക്കും, ഉണ്ണിക്ക് വയ്യാണ്ട വന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് യശോദാമ്മ ആ ഉണ്ണിയെ മേടിച്ചു. നേരെ തന്റെ മാറോടൊന്ന് അണച്ചു. ആ നേരെ തൽപ്പത്തിലേക്ക് കൊണ്ട് കിടത്തി. അവിടെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ വിചാരിച്ചു, അമ്മ എന്തേ എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയെന്നുള്ളൊരു വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പൂതന അവിടെ വന്നപ്പോഴോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ യാതൊരുവിധ അപരിചിതത്വവും ഇല്ലാത്ത ഒരു രീതിയിൽ ഈ ഗോപികമാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് വന്നു. എന്നിട്ടോ ഇവരുടേതായിട്ടുള്ള ആ മായാവിലാസങ്ങള്, അതായത് നാട്യത്തിന് ഇത് വരുന്ന വരവ് തന്നെ എന്താണ്? ലളിതഗതി വിലാസവൽ ഗുഹാസ പ്രണയ നിരീക്ഷിതോരു കൽപ്പിതോരുമാന നിരീക്ഷമാണ് കൽപ്പിതോരുമാനാഹ എന്ന് പണ്ട് ഗോപികമാര് അല്ലെ ഭഗവാനെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എങ്ങനെയാ നടന്നു പോകണ്ടെന്നുള്ളത് കാണിച്ചു തരാന്ന്. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷമാണ് കൽപ്പിതോരുമാന. ആ എങ്ങനെയാണോ ആനനടയോടുകൂടി അന്നനടയോടുകൂടി ആ സ്ത്രീകളൊക്കെ നടക്കുന്നത്, അതുപോലെ ആ പൂതന ആ കേശഭാരത്തില് മുല്ലപ്പൂക്കളൊക്കെ അണിഞ്ഞ് കർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ ചെറിയ മന്ദസ്മിതത്തോടു കൂടി അവരുടെ ഇടയിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, ഓരോരുത്തരും നോക്കുന്നുണ്ട്, ആരായി വരുന്നത്? സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ എന്ന് സംശയിക്കുകയാണ്. ഇപ്പം കണ്ണൻ അകത്തുണ്ടെങ്കിൽ അല്ലെ, വിഷ്ണു അകത്തുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വരാൻ സാഹചര്യം കൊടുക്കണല്ലോ, എന്തായാലും സാഹചര്യമുണ്ട്. ഞാൻ ലക്ഷ്മി ദേവിയാണോ എന്നുള്ളൊരു രീതിയില് ഗോപന്മാരും ഗോപികമാരും ഒക്കെ ഇങ്ങനെ അത്യാശ്ചര്യപൂർവ്വം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ വൽഗുസ്മിത അപ അംഗവിസർഗ വീക്ഷിതൈഹി, തന്റെ ഓരോരോ വാക്കുകളെ കൊണ്ട് പരിചയം അങ്ങോട്ട് നടിക്കുക. നമ്മളോട് ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ല എന്താ ഇങ്ങനെ തുറപ്പിച്ചു നോക്കണേ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ മറുപടി പറയാൻ പറ്റുക? പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും, ശരാ ഇത് ആരാണോ എങ്ങനെയാണോ ഇനി മനസ്സിലാക്കുക എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഇവളോടൊന്നും തിരിച്ചു പറയാൻ സാധിച്ചില്ല. അവളുടെ ആ ഒരു നാട്യത്തിന്റെ ആ ഒരു മായയുടെ അധീനതയില്
അതിലൊന്നും തിരിച്ച് ഈ വാക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കൈതിട്ട് അല്ല എന്താ എന്നെ എങ്ങനെ തുറപ്പിച്ച് നോക്കണേ, അറിയില്ലേന്ന്, നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് പരിചയഭാവത്തോടു കൂടി വൽഗുസ്മിത. പിന്നെ അത് തന്നെയോ, ഇനി കണ്ടു കഴിഞ്ഞാല് ഒരു ചെറിയ പുഞ്ചിരി, ആ പുഞ്ചിരിയോടുകൂടി അറിയാമെന്നുള്ള ധാരണയിലുള്ള ചിരി. ആ ചിരി കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തായി തിരിച്ചു ചിരിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. ആ ചിരിയുടെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ പരിചയഭാവം നടിക്കാൻ എത്ര കണ്ട് സാധിക്കോടെ. വൽഗു സ്മിത അപാംഗവിസർഗ വീക്ഷിതൈ. ഒരു അത് തന്നെയല്ല, ഇനി അങ്ങനെ തന്നെയല്ല, ഇനി തുറപ്പിച്ചിങ്ങനെ ഇത് ആരാ ഇത് എന്നുള്ള രീതിയിലൊക്കെ ഇനി ആരെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നാ മുഖത്തേക്കൊന്ന് തുറപ്പിച്ചങ്ങ് നോക്കും. ആ ചെറിയ കണ്ണോടുകൂടി അവിടെ അങ്ങോട്ട് നോക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തായി, ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാറുന്നത് പോലെ ഓരോരുത്തർക്കും ആ പൂതനയെ അപരിചിതമായിട്ട് കാണിക്കുവാൻ വേണ്ടോ അവരെ ചോദിക്കുവാനോ അവരുടെ നാവിനെ പൊക്കാത്ത രീതിയിൽ, ആ നാവ് പൊങ്ങാത്ത രീതിയിൽ അവൾ അത്ര കണ്ട അഭിനയത്തോടു കൂടി ആ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. യശോദാരോഹിണിയോ അവര് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പൂതനയിൽ നിന്നും ഒരു വിധ ബാലഗ്രഹസ്തത്ര വിജിന്വതി ശിശൂൻ യദൃച്ഛയാനന്ദ്രഗൃഹേ സദന്തകം ബാലം പ്രതി നിജോരു തേജസം ദദർശതൽപേഗ്നിമിവാഹിതം ഭസി. ശിശുക്കളിൽ ബാധിക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബാലഗ്രഹം എന്ന് പറഞ്ഞത്, അങ്ങനെ ആ ഗ്രഹങ്ങളിൽ പെട്ടതായിട്ടുള്ള ആ പൂതന പിഞ്ചു പൈതങ്ങളെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ കർമ്മശക്തിയാൽ ആ നന്ദഗോപരുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കോ യശോദാരോഹിണി അവരുടെ കുട്ടികളെ ഇത്രയും നേരം ഗോപികമാരുടെ ഇടയിലായിരുന്നു. ആ ഗോപികമാര് അല്ലെ വിരിഞ്ഞ എന്താണ് വിരിഞ്ഞ മണ്ടുന്നൊരു വണ്ട് പോലെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പുഷ്പങ്ങളിൽ നിന്ന് വണ്ട് മാറുന്നത് പോലെ ഭഗവാൻ ആ ഗോപികമാരുടെ കൂടെ കിടന്ന സമയത്തൊന്നും ഇവർക്കൊന്നും അവിടുന്ന് ആസ്വദിക്കാൻ സാധിച്ചില്ല. അപ്പൊ യശോദ എന്തായി, എപ്പ കൈ കെട്ടിക്കാലും ഒന്ന് നോക്കും. ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഒന്നും ഉമ്മ കൊടുക്കും. ഇത് കണ്ടപ്പോഴത്തേക്ക് രോഹിണി ഓടി വരും. രോഹിണി വന്ന് കണ്ണനെ എടുക്കും. ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടി മാറി 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 ഇതാ ആ ഭഗവാനെ അവിടുന്ന് ആസ്വദിക്കുന്ന സമയത്താണ് ഈ പൂതന അകത്തേക്ക് അങ്ങോട്ട് കയറുന്നത്. കയറി കഴിഞ്ഞപ്പോഴോ പൂതന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ആരാ ഇത് ചോദിക്കാതെ ഇത്രയും ഉള്ള ഗോപികമാര് മുഴുവൻ പുറത്ത് നിന്നിട്ട് ചോദിക്കാതെ ആരാ അകത്ത് കയറിയത് എന്ന് യശോദ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കാണ് വൽഗുസ്മിത അപാംഗ വിസർഗ വീക്ഷിതൈ. എന്താ എടുത്ത് ഇങ്ങനെ നോക്കണേ എന്നുള്ള രീതിയിൽ തന്റെ സ്വന്തം അടുത്ത ആള് എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് പെരുമാറിക്കൊണ്ട് ആ യശോദാരോഹിണിമാരെ പോലും അവിടുന്ന് തന്റെ മായാശക്തിയിൽ തോപ്പിച്ചുകൊണ്ട് കണ്ണന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. കണ്ണൻ കിടക്കുന്ന അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. യാതൊരുവിധ തടസ്സവും അവിടെ പറഞ്ഞില്ല. വിബുദ്ധ്യതാംബാലികമാരികാഗ്രഹം ചരാചരാത്മാസ നിമീലിതേക്ഷണ. എന്തായാലും കണ്ണന് തന്നെ ഇവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷമായി ശരിക്കും യഥാർത്ഥത്തില്. എന്താണ് കാരണം? ഇത്രയും ഗോപികമാരുടെ ആ ഭക്തകളായിട്ടുള്ള ഗോപികമാരുടെ ആ കരതലങ്ങളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സുഖം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. ഇനി എനിക്ക് എപ്പോഴാ ഇനിയിപ്പോ അവരുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ഭഗവാൻ ആ ദേഷ്യപ്പെട്ടാണോ ചരാചരാത്മാസ നിമീലിതേക്ഷണ അവിടുന്ന് കണ്ണടച്ചു ഭഗവാൻ. എന്തിനാ ഭഗവാൻ അവിടെ കണ്ണടച്ചത് എന്ന് പല ആചാര്യന്മാർ പല രീതിയിൽ പറയും. അവിടെ ഇനി തനിക്കായിട്ട് കൊണ്ടിരിക്കുന്ന നിവേദ്യം കാളകൂട വിഷമാണ്. ഇനി ഈ വിഷം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഉണ്ടാകുക? എന്നാ ഒരു കാര്യം ചെയ്യാം, അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഇല്ലേ ബന്ധപ്പെടാനുള്ള മൊബൈൽ ഫോണൊന്നും ഇല്ല അന്ന്. അപ്പൊ എന്ത് ചെയ്യും? നേരെ അവിടുന്ന് കണ്ണടച്ചുകൊണ്ട് മഹാദേവന്റെ കൈലാസത്തിലേക്ക് പോകും. അല്ല മഹാദേവ, അങ്ങ് പാലാഴിയിൽ നിന്ന് കാളകൂട വിഷം കഴിച്ച സമയത്ത് എന്താ ഉണ്ടായത്? എന്താ അതിന് പ്രതിവിധികൾ വേണ്ടത്, തയ്യാറെടുപ്പുകൾ വേണ്ടത് എന്നത് ചോദിക്കാനാണോ അല്ലെ ഭഗവാൻ ചരാചരാത്മാസനിമീലിതേക്ഷണ? അത് തന്നെയാണോ ഇപ്പൊ ഇവള് പലതും അല്ലെ മറച്ചു വെച്ചോണ്ട് വരികയാണ്. ആര്? പൂതന തന്റെ യഥാർത്ഥ ശരീരത്തെയൊക്കെ മറച്ചു വെച്ച്
എല്ലാവരെയും മയക്കുന്നതായിട്ടുള്ള ആ പൂതനയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇനി ആ പൂതനയുടെ മുമ്പിലും എന്താണ് ഒന്ന് മറച്ചേക്കാം. അതിനു വേണ്ടിയിട്ടാണോ ചരാചരാത്മാസ നിമീലിതേക്ഷണ, ആ താമര കണ്ണുകൾ കാണുവാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ? എല്ലാം വിട്ട് യാതൊരുവിധ മായികമായിട്ടുള്ള യാതൊരു മനോമാലിന്യങ്ങളും ഇല്ലാതെ ശുദ്ധമായിട്ടുള്ള തന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടി വരുന്നവർക്ക് മാത്രമേ ഈ കണ്ണുകളെ കാണാനുള്ള യോഗ്യതയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണോ ഭഗവാൻ അവിടെ ആ കണ്ണടച്ചത്? ഇനി അത് തന്നെയല്ല, താൻ രാമാവതാരത്തിൽ ആദ്യം തന്നെ ഒരു സ്ത്രീയെ കൊന്നു എന്നുള്ള ഒരു സ്ത്രീവധം ചെയ്തതിന്റെ പേരിൽ എത്രയാ കേട്ടത്. ഇനി എന്തായാലും ഇനി കൃഷ്ണാവതാരത്തിൽ അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണോ ചരാചരാത്മാസ നിമീലിതേക്ഷണ? ഇനി അതുമല്ല, അവിടെ അപ്പുറത്തൊരാൾ കിടപ്പുണ്ട്, രോഹിണിയുടെ പുത്രനായിക്കൊണ്ട്, അല്ലേ? ഏട്ടൻ. ആ ഏട്ടന് സ്ഥാനം കൊടുക്കണ്ടേ? ഈ ഏട്ടൻ ഇനിയിപ്പൊ എന്ത് തോന്നും? അവിടെ വന്ന ഉടനെ തന്നെ കണ്ണനെ എടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ പറ്റുക? അപ്പം ആദ്യം ഏട്ടനെ കാണട്ടെ, ഏട്ടനെ എടുക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ചരാചരാത്മാസ നിമീലിതേക്ഷണ, ഇങ്ങനെ ആചാര്യന്മാര് ആ ഭഗവാന്റെ കണ്ണടക്കിയതിനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് നിർത്തില്ല. അതാണ് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള ആ എന്താണ് കടാക്ഷത്തിന് കാരണമാകുന്നതായിട്ടുള്ള നേത്രങ്ങളെ ഒന്ന് നമുക്ക് സാരൂപ്യം കിട്ടുവാൻ, ഒന്ന് കാണാൻ സാധിക്കണമെങ്കിൽ, ഭഗവാന്റെ കാഴ്ച നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവിടെ യാതൊരുവിധ മാലിന്യങ്ങളും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധിക്കുകയില്ല എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ കണ്ണടച്ച് കിടന്നു. എന്തായാലും അവിടുന്ന് ആ കണ്ണടച്ച് കിടക്കുന്നതായിട്ടുള്ള ഉണ്ണിയാണെങ്കിൽ പോലും ആ പൂതനത അവിടുന്ന് അങ്ങോട്ട് എടുത്തങ്ങോട്ട് മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ വന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ മറന്നു. യശോദാമ സന്യപാനത്തിന് വേണ്ട ഉണ്ണിയെ എടുത്ത് ആ മടിയിലേക്ക് അങ്ങോട്ട് വെച്ച് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുറച്ചു നേരത്തേക്ക് ധ്യാനമുണ്ട്. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഇനി യശോദാമയായിട്ട് അങ്ങ് മാറിയോ ഈ പൂതന എന്നുള്ള രീതിയിൽ നോക്കി. എന്നിട്ടോ അവിടുന്ന് അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീ. എങ്ങനെയാണ് ഈ കനൽക്കട്ട ഈ ചാരം മൂടി കിടക്കുന്ന സമയത്ത് ആ ചാരത്തിൽ നിന്നും ആ ചാരത്തിനകത്തേക്ക് കൈ അങ്ങോട്ട് ഇടുന്നത് പോലെ ആയിരുന്നു യഥാർത്ഥത്തില്. അല്ലെങ്കിലോ തന്റെ അന്തകനായിട്ടുള്ള കയറാണെന്ന് വിചാരിച്ചുകൊണ്ട് സർപ്പത്തെ എടുത്ത് മടിയിലേക്ക് വെക്കുന്നത് പോലെ അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീ. അപ്പം ഇളകാതെ കിടക്കുന്നതായിട്ടുള്ള ഉഗ്രസർപ്പത്തെ കണ്ട് കയർ കഷ്ണമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മടിയിലേക്ക് എടുത്തു വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ മാലയാണെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്ത് തോളത്തിടുന്നത് പോലെ തന്റെ അന്തകനായിട്ടുള്ള ആ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഭഗവാനെ തന്നെ എടുത്ത് തന്റെ മടിയിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചു. അവിടെ താം തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാകോശപരിച്ഛദാസിവൽ പരസ്ത്രീയം തൽപ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീഹ്യതിഷ്ഠതാം. എന്നിട്ട് എന്താണ് ആ ഉണ്ണിയെ എടുത്തങ്ങോട്ട് ആ മടിയിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം യശോദാരോഹിണിക്കൊന്നും യാതൊരുവിധ സംശയങ്ങളുമില്ല അവിടെ. അപ്പോഴാണ് ഒരു ഗോപി ഇങ്ങോട്ട് വന്നു. അല്ല, കുറച്ചു നേരമായില്ലേ എടുക്കുന്നു, ഇനി ഞങ്ങളൊന്ന് എടുക്കട്ടെ. യശോദ അവിടെ ഉറക്കാൻ വേണ്ടി കൊണ്ട് കിടത്തുകയാണെന്നൊക്കെ പറഞ്ഞാണല്ലോ വന്നത്, ഞങ്ങളൊന്ന് എടുക്കട്ടെ. അത് കണ്ടപ്പോഴത്തേക്കും താം തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം. തന്റെ വാക്കുകളെ കൊണ്ട്, തന്റെ നോട്ടങ്ങളെ കൊണ്ട് പോലും ആ ഗോപിക പിന്നീട് ചോദിക്കാനോ പറയാൻ വേണ്ടിട്ടോ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ പൂതനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇപ്പൊ തരാലോ, ഞാൻ ഇപ്പൊ ഇത് കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഒന്ന് നോക്കിന്നാ പറയാ ഗോപിയെ. ആ ഗോപി അവിടുന്ന് അങ്ങ് പോയി. വേറൊരു ഗോപി വന്ന് പറഞ്ഞു, ആ കണ്ണൻ എന്നെ നോക്കിക്കൊണ്ടാണ് കൈ നീട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് കണ്ണൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും താം തീഷ്ണചിത്താം അതിവാമചേഷ്ടിതാം, അവളുടെ ആ ചേഷ്ടകളെ കൊണ്ട് പോലും ആരെയും അതിലേക്ക് അവിടുത്തെ അടുപ്പിച്ചില്ല. അവളുടെ ആ ബാഹ്യ ചേഷ്ടകള് അതിമൃദുലമായിരുന്നു അവിടെ. അപ്പൊ ആരെയും വശീകരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് അവൾ അഭിനയിച്ചു. അവിടെ മനസ്സില് എല്ലാവിധത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു മനസ്സാണെങ്കിൽ പോലും
മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ പല ഗോപികമാര് വന്നിട്ടും താം ല്ലേ തീക്ഷ്ണചിത്താമതിവാമചേഷ്ടിതാം വീക്ഷ്യ അന്തരാഘോഷ പരീക്ഷദാസിവൽ. ഇപ്പൊ ക്രൂരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള ആളാണെങ്കിൽ പോലും അവളുടെ പുറമേയുള്ള ബാഹ്യചേഷ്ടകളെ കൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ആകർഷിപ്പിച്ചു, എല്ലാവരെയും ആ മായാവലയത്തിലേക്ക് അങ്ങോട്ട് പെടുത്തി. എന്നിട്ടോ വരസ്ത്രീയം തൽപ്രഭയാ ച ദർശിതേ നിരീക്ഷമാണേ ജനനീഹ്യതിഷ്ഠതാം. അങ്ങനെ അമ്മമാര് പലരും രണ്ടുപേരും ആ യശോദയും രോഹിണിയും പരസ്പരം അവിടുന്ന് മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. നിരീക്ഷമാണേ ജനനീഹ്യതിഷ്ഠതാം. അവര് മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കാനേ അവർക്ക് പോലും സാധിച്ചുള്ളൂ. അവർക്ക് പോലും ഒന്ന് ഇതില് ഇടപെടാൻ സാധിക്കാത്ത ഒരവസ്ഥ. എന്തായാലും താൻ ഇവിടുന്ന് ആ ഉണ്ണിയെ എടുത്ത് അങ്ങോട്ട് മടിയിലേക്ക് അങ്ങ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ മുഖത്തേക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആ മുഖകമലങ്ങള് കാണുമ്പോഴേക്കും ഉണ്ടാകുന്നതായിട്ടുള്ള പൂതനയ്ക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സുഖം എത്രയൊക്കെ ആയാലും ഭഗവാന്റെ മുഖകമലങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണുകൾ ശുദ്ധമാകുകയാണ് അവിടെ. പിന്നെയോ മനസ്സ് ശുദ്ധമാകുന്നു, ശരീരം ശുദ്ധമാകുന്നു. അപ്പൊ തന്നെ അവിടെ പൂതന ശുദ്ധമായി യഥാർത്ഥത്തില്. കുറച്ചു നേരത്തേക്ക് ആ മുഖത്ത് ഇങ്ങനെ ചുണ്ട് തലോടുക, മുഖം തലോടുക, ആ ശരീരം തലോടുക, ഇങ്ങനെ തലോടി 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 കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അകത്തുനിന്ന് ആരോ ഒരു അശരീരി വന്ന പോലെ, അല്ല പൂതന നീ എന്തിനാ ഇവിടെ വന്നത്, നീ മറന്നോ നീ വന്ന കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് പൂതന ഇവിടെ പെട്ടെന്ന് അത് മനസ്സിലായത്. താൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് നല്ലത് കാളകൂട വിഷവും ധരിച്ചുകൊണ്ടാണ് വന്നത്. എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ട് ആ മുഖത്തെ കണ്ടുകൊണ്ട് എന്തായാലും ആ കാളകൂട വേഷം കൊടുക്കാൻ സാധിക്കില്ല. അത് ഏത് വലിയ പൂതനയാണെങ്കിൽ പോലും ആ തിരുമുഖ കമലങ്ങളെ കണ്ടുകൊണ്ട് ആ കാളകൂട വേഷം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ മാർത്തേക്ക് അങ്ങോട്ട് ചേർത്തങ്ങ് പിടിച്ചു. മാർത്തോട്ട് ചേർത്ത് പിടിച്ചാൽ പിന്നെ കാണുന്നില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്തു, എന്നിട്ടോ തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം ഘോരാങ്കമാദായ ശിശോർദാവധ ഗാഠം കരാഭ്യം ഭഗവാൻ പ്രഭിഡ്യതൽ പ്രാണൈ സമം രോഷ സമന്വിതോപിബൽ. അവിടുത്തെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചിട്ട് ആ താൻ കൊണ്ടുവന്നതായിട്ടുള്ള ആ ഒരു നൈവേദ്യം കാളകൂട വിഷം അത് ആ സ്ഥലത്തിലേക്ക് അങ്ങോട്ട് പുരട്ടി ആ ഉണ്ണിക്ക് കൊടുക്കുവാൻ. കാരണം വേറെ ആർക്കും കൊടുക്കാതെ കൊണ്ടുവന്നതായിട്ടുള്ള, തനിക്കായിട്ട് കൊണ്ടുവന്നതായിട്ടുള്ള നൈവേദ്യത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് കണ്ണൻ അതിന് പുറപ്പെടുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞൂടെ. ഭക്തന്മാരെ എന്ത് കൊണ്ടുവന്നാലും തനിക്കാണോ ഓം തത്സൽ എന്ന് നമ്മൾ ദാനം ചെയ്യുന്ന പോലെ തനിക്ക് തന്നെ എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ആ ഒരു ദ്രവ്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ സുധാമാവിന്റെ കയ്യിൽ നിന്നും അവല് സ്വീകരിക്കുന്ന രംഗം, ഇതൊക്കെ എല്ലാം ഒരേപോലെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ഏത് ഭാവമാണ് അവിടെ ഭഗവാൻ നോക്കുന്നത്. കാരണം എന്താണ്, തനിക്കാണോ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ മറ്റുള്ളവർക്കാണെന്ന് വിചാരിച്ചാണ് തരുന്നതെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങനെ സ്വീകരിക്കില്ല. നമ്മൾ പറഞ്ഞു പിറന്നാളിന്റെ അന്ന് അല്ലെ 5 ലിറ്റർ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിളമ്പാവല്ലോ, അങ്ങനെയാണ് ഭഗവാൻ നേരിച്ചിട്ട് അങ്ങ് വിളമ്പാ. അത് സ്വീകരിക്കില്ല കേട്ടോ, അത് സ്വീകരിക്കില്ല. എനിക്കായിട്ടാണ് തരുന്നതെങ്കിൽ ഓക്കെ. അങ്ങനെ ആ പൂതനയാകുന്ന അമ്മ കൊണ്ടിരുന്ന ആ ഒരു നൈവേദ്യത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഉണ്ണി ആ തന്റെ ദുർജര വീര്യം ഉൽബണം ഘോരാംഗമാതായ ശിശോർദാവധ ശക്തിയേറിയതായിട്ടുള്ള ആ വിഷവീര്യത്തെ പുരട്ടിയതായിട്ടുള്ള ആ ഒരു സ്ഥലങ്ങള് ആ ഉണ്ണിയുടെ വായിലേക്ക് എടുത്തങ്ങ് വെച്ചു കൊടുക്കാൻ തുടങ്ങി. നോക്കി കഴിയുമ്പോഴത്തേന്ന് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ വിചാരിച്ചു എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് ഭഗവാൻ കഴിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമില്ല ഇതില്. എവിടെയാണ് പ്രസവിക്കാത്തതായിട്ടുള്ള പൂതയ്ക്ക് അതിനകത്ത് പാലുണ്ടാകുക? എവിടെയാ? ഒന്നുമില്ല അതിനകത്ത്. നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണന് ദേഷ്യായി. ഈ പശുക്കുട്ടികളൊക്കെ പശുവിന്റെ നഗട്ടിലേക്ക് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇടിക്കും അങ്ങോട്ട് അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവൾക്ക് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ, വലിയ സ്ഥലങ്ങളൊക്കെയാണ്, പക്ഷെ ഇതിനകത്ത് ഒന്നും ഇല്ല ഇവിടുന്ന്. അവസാനം എന്തായി, ഇനി ഇവരുടെ ഉള്ളിലുള്ളത് എന്താന്ന് നോക്കുക. ഇവളുടെ ശരീരം എന്ന് പറഞ്ഞാൽ മുഴുവൻ അശുദ്ധമായിട്ടുള്ളതാണ്. എല്ലാം ഇവള് മാറ്റി മറിച്ചു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവളുടെ ഉള്ളില്
ഉള്ളിൽ മാറ്റിമറിക്കാൻ സാധിക്കില്ല. എങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കില്ലാത്തതെന്ന് പറയാൻ കാരണം ഉള്ളിൽ ഞാൻ തന്നെയല്ലേ ഇരിക്കുന്നത് അവിടെ. അപ്പൊ എന്നെ സംബന്ധിച്ചതായിട്ടുള്ള ഒരു വസ്തു ഇതിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതിനെ അവിടുന്ന് അങ്ങോട്ട് ഗാഠം കരാഭ്യാം പരമാവധി ഭഗവാൻ അതങ്ങോട്ട് കൈകൊണ്ടൊക്കെ അങ്ങോട്ടും ഞെക്കിപ്പിഴിഞ്ഞ് നോക്കി. അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കിട്ടാവുന്ന വസ്തു എന്താണ് എന്നുള്ള രീതിയിൽ ദാ അവിടുന്ന് തപ്പി 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 ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദാ ശുദ്ധമായിട്ടുള്ള ഒരു വസ്തുത ഇതിനകത്ത് കിടക്കുന്നു. പ്രാണൈ സമം രോഷ സമന്വിതോ പിബൽ. ആ പൂതനയുടെ ഉള്ളിലുള്ള ആ പ്രാണനെ അവിടുന്ന് സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് അങ്ങ് തുടങ്ങി. അങ്ങനെ കൊടും വിഷത്തെ കൊടുക്കുവാൻ വേണ്ടിയിട്ടതായിട്ടുള്ള ആ പൂതനയിൽ നിന്നും അവളുടെ പ്രാണൻ അടക്കം ദാ അവിടുന്ന് വലിച്ചു കുടിക്കാൻ തുടങ്ങി. അവൾക്ക് മർമ്മങ്ങളെല്ലാം അവിടുന്ന് എരിപിരി കൊണ്ടു തുടങ്ങി. അപ്പത്തേക്കും അവിടുന്ന് തന്റെ ഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി. അതാണ് ആ യഥാർത്ഥമായിട്ടുള്ള പ്രാണനെ ഭഗവാൻ സ്വീകരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും തന്റെ ഭാവങ്ങൾ മാറി. കാരണം ഈ ഭാവങ്ങൾ മാറാതെ ഭഗവാനോട് ചേരാൻ സാധിക്കില്ല. നമ്മൾ ഇനി എത്രയൊക്കെ കാപട്യങ്ങൾ കാണിച്ചാലും ഈ കാപട്യം എപ്പോഴാണോ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നത് ആ സമയത്തെ നമുക്ക് ഭഗവാനോട് ചേരാൻ സാധിക്കുള്ളൂ. അപ്പം അവിടെ യാതൊരുവിധ മാലിന്യങ്ങളും ബാധിക്കാത്തതായിട്ടുള്ള ആ തന്റെ ജീവനെ അവിടുന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൂതനത തന്റെ ആ യഥാർത്ഥമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് മാറി തുടങ്ങി. അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് പറഞ്ഞു, സാ മുഞ്ച മുഞ്ച അലം അലം വിട്ടു വിട്ടു മതി 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 വിടു വിടു എന്ന് അവള് പ്രഭാഷിണി. ആദ്യമൊക്കെ ഒന്ന് സൗമ്യമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. സൗമ്യമായിട്ട് പറഞ്ഞിട്ട് അവിടുന്ന് സാധിക്കുന്നില്ല. പക്ഷേ തൻ്റെ ഉള്ളിലുള്ള ആ ഗുരുവായൂരപ്പനെ, തൻ്റെ ഉള്ളിലുള്ള കണ്ണനെ കൊടുക്കാൻ ആരും തയ്യാറല്ല എന്നുള്ള ഒരു വാശിയിലാണോ പൂതന അവിടെ പറഞ്ഞത്? എൻ്റെ ആ പ്രാണനെ, എൻ്റെ ജീവനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ, ആ കണ്ണനെ ഞാൻ തരില്ല തരില്ല എന്നുള്ള ഒരു വാശിയോടെയാണോ അവിടെ പറയുന്നത്? സാ മുഞ്ച മുഞ്ചം അലം ഇതി പ്രഭാഷിണി, മതി 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 വിടു വിടു എന്ന് അവള് ആദ്യം സൗമ്യമായിട്ട് പറഞ്ഞു. അതിന്റെ സ്വരം മാറി മാറി കീഴ്സ്ഥായിയിൽ നിന്നും മധ്യസ്ഥായിയായി, മധ്യസ്ഥായിൽ നിന്നും ഉച്ചസ്ഥായിയിലേക്ക് യഥാർത്ഥമായിട്ടുള്ള രാക്ഷസീയമായിട്ടുള്ള വാക്കുകളിലൂടെ അവിടുന്ന് പറഞ്ഞു, വിട്ട് വിട്ട് കണ്ണാ വിട് എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നീ വിടെന്ന് പറഞ്ഞാല് നിന്റെ ഘോരമായിട്ടുള്ള ഒരു ശബ്ദത്തിന്റെയും ഊർജം നിനക്ക് പകർന്നു തരുന്നത് ഈ പിടിച്ചതായിട്ടുള്ള എൻ്റെ ജീവനാണ് എങ്കിൽ പിന്നെ ഞാനല്ലേ നിന്നെ കൊണ്ട് ഈ ശബ്ദം ചെയ്യിപ്പിച്ചതും നിന്നെ മായികമായിട്ടുള്ള വേഷങ്ങൾ അണിയിച്ചതും ഒക്കെ ഞാനല്ലേ. പിന്നെ നീ എന്തിനാണ് വിട് വിട് എന്ന് പറയുന്നത്? എന്നെ ആരെങ്കിലും വേണ്ട രീതിയിൽ അല്ലെ എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിടിവിടില്ല എന്നുള്ള രീതിയിൽ നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി, ആ മർമ്മങ്ങൾ മുഴുവൻ രണ്ട് കണ്ണും അങ്ങോട്ട് തുറിച്ചു പൂതന. അങ്ങനെ ദേഹമാകെ അങ്ങോട്ട് വിറച്ച് കൈകാലുകളൊക്കെ നിലത്തിട്ട് അങ്ങോട്ട് അടിച്ച് അലറി. ആ ഉണ്ണി പിന്നെ കൈയൊക്കെ അങ്ങോട്ട് വിട്ടു, ഇനി താഴെ വീഴുകയാണ് വീഴട്ടെ എന്നുള്ളത്. ആ കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവളുടെ ജീവനെ പിടിച്ചങ്ങോട്ട് നിർത്തി അവിടെ. ആ ജീവൻ തന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ശരീരത്തിന് ഈ എന്താണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഇവളുടെ ഒരു ശരീരത്തെ പിടിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ അവിടെ? തൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതായിട്ടുള്ള വസ്തുവാണ് അവിടെ. അങ്ങനെ ഓടി അലറി അവിടുന്ന് അവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു അലർച്ച അവിടെ ഉണ്ടായി. ആ അലർച്ചയോടുകൂടി എങ്ങനെയാണോ ഈ പർവ്വതങ്ങളും ഭൂമിയും ആ ഗ്രഹങ്ങളും ആകാശവും ഒക്കെ കലങ്ങി മറിഞ്ഞ് അവിടെ വലിയൊരു പ്രകമ്പനം, പ്രപഞ്ചം മുഴുവൻ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രളയത്തിന്റെ സംഗതി വരുന്നത് പോലെ ആ ദിക്കുകളും അധോലോകങ്ങളും ദിശശ്ച പ്രതിനേതിരേ ജനാഹ, അവിടെ ആ ദിക്കുകളും അധോലോകങ്ങളും ഒക്കെ മാറ്റൊലി കൊണ്ടുകൊണ്ട് വജ്ര നിപാത ശങ്കയാ, അവിടെ
ഇടിവെട്ട് വന്നതുപോലെ ശങ്കിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ആകെ പരിഭ്രമിച്ചു. ഈ പരിഭ്രമത്തിന്റെ ഇടയിലാണ് ആ എങ്ങനെയാണോ ഒരു കൊല വെട്ടിക്കഴിഞ്ഞാൽ ആ വാഴ അവിടുന്ന് താഴെ വീഴുന്നത് പോലെ അവിടുന്ന് അങ്ങോട്ട് നേരെ ഭൂതന അവിടുന്ന് ആ ഭൂമിയിലേക്ക് പതിച്ചു എന്ന് പറയാണ്. ക്ഷിതോ വജ്രനിപാത ശങ്കയ, ഇടിവെട്ടേറ്റതുപോലെ അവിടെ ആ ശരീരം അവിടെ വീണു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിശാചരിദ്ധം വ്യഥിനസ്തതസ്തന വ്യസുർവ്യാദായ കേശാം ശരണോ ഭുജാവപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്രൈവാപതനൃപ. ഇങ്ങനെ അവളുടെ സ്ഥലങ്ങളിൽ ഏറ്റതായിട്ടുള്ള ആ ഒരു ആഘാതം നിമിത്തം ആ രാക്ഷസി തന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപത്തെയൊക്കെ വീണ്ടെടുത്ത് ആ തലമുടിയൊക്കെ അങ്ങോട്ട് ചിതറി, അവിടുന്ന് കൈകാലുകളൊക്കെ അങ്ങോട്ട് വിടർന്നു. ഗോകുലത്തില് അവിടുന്ന് വലിയൊരു പർവ്വതം പോലെ അവിടെ വീണിരിക്കുന്നു. വജ്രായുധമേറ്റ് നിലംപതിച്ചതായിട്ടുള്ള എങ്ങനെയാണോ ആ വൃത്രാസുരൻ പണ്ട് അല്ലെ ആ ഇന്ദ്രന്റെ വജ്രം കൊണ്ട് മരിച്ചതായിട്ടുള്ള വൃത്രാസുരൻ എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് പതിച്ചു വീണത്, അതേപോലെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ആ കിടപ്പാണ് ആ പൂതനെ കണ്ടു കഴിഞ്ഞാല്. പതമാനോപി തദ്ദേഹസ്ത്രിഗവ്യോത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീത്തദത്ഭുത. ഹേ പരീക്ഷിത് രാജാവേ, അവളുടെ ആ ശരീരം പതിക്കുമ്പോൾ കൂടിയും യഥാർത്ഥത്തില് 3 കാതം അകലത്തിനുള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെ അവിടുന്ന് പൊടിച്ചു കളഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. 3 കാതം അകലെ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ പൊടിഞ്ഞു പോയി അവിടെ. അത് വല്ലാത്ത ഒരു അത്ഭുതമായിട്ട് തീർന്നു എന്നവിടെ പറയുകയാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈശാം ആത്രോഗ്രതം ട്രാസ്യം ഗിരികന്തരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമുദ്ധജം. ഇനി ആ പൂതനയുടെ ദേഹത്തെ കുറിച്ച് അവിടെ ഗംഭീരമായിട്ട് അവിടെ വർണ്ണിക്കുകയാണ്. ആ ഗോകുലത്തിൽ വന്ന് അണഞ്ഞതായിട്ടുള്ള ആ ത്രൈലോക്യ സുന്ദരിയായിക്കൊണ്ട് വേഷം ധരിച്ചതായിട്ടുള്ള അവളുടെ യഥാർത്ഥ രൂപത്തെ ഇനി പറഞ്ഞു കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ എന്താണ്? താം കേശബദ്ധ അല്ലെ വ്യതിശിക്രമല്ലികാം. അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ, ആ വീഴ്ചയിലെ 3 കാതം വിസ്താരമുള്ള വൃക്ഷങ്ങളെല്ലാം അവിടെ കടപുഴകി വീണ് അവളുടെ ശരീരം കൊണ്ട് അമർന്നുകൊണ്ട് പൊടിഞ്ഞുപോയി അവിടെ. അല്ലെങ്കിൽ ആ ഗോകുലം തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ കൂറ്റൻ ശരീരം ആ ഭൂമിയിലേക്ക് പതിച്ചത്. അപ്പൊ അവളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ ഈ പാടത്ത് ഉഴാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും ആ കലപ്പ തണ്ട് പോലെയുള്ള അവളുടെ ദംഷ്ട്രകള് ആ പാടത്തിരിക്കുന്നത് പോലെയാണ് അവളുടെ മുഖത്ത് ആ എന്താണ് കുറ്റിപ്പല്ലുകളെ കണ്ടു കഴിഞ്ഞാല്. എങ്ങനെയാണോ പാടത്ത് ഈ കലപ്പകള് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഭീകരമായിട്ടുള്ള വ്യവസ്ഥ. പിന്നെയോ ആ നാസികാദ്വാരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ വലിയ പർവ്വത ഗുഹകളാണ് എന്ന് നമുക്ക് തോന്നും അവിടെ. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാല് ആ കുന്നിന്റെ മുകളിൽ നിന്ന് അടർന്നു വീണതായിട്ടുള്ള ഒരു കരിമ്പാറ കല്ലിന് സമമാണ് യഥാർത്ഥത്തിൽ അവളുടെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാല്. ചെമ്പിച്ച മുടി അവിടെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അന്ധകൂപ ഗഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതുർഭുജൗ വംഘ്രീ ശൂന്യതോയ ഹൃദേ തനും ഹൃതോദരം. ഇനിയോ അവളുടെ ആ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൾ എങ്ങനെയാണോ പൊട്ടക്കിണറുകളെ കാണുന്ന 2 വലിയ പൊട്ടക്കിണറുകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള അവളുടെ നേത്രങ്ങൾ കാണാൻ സാധിക്കും. അതിനോട് ചേർന്നതായിട്ടുള്ള ഈ പാടത്തിനോട് ചേർന്നതായിട്ടുള്ള മണൽത്തിട്ടകളെ പോലെയാണ് അവളുടെ അരക്കെട്ട് കാണാൻ സാധിക്കുന്നത്. നദിയില് അണകൾ കെട്ടിയ പോലുള്ള അവളുടെ കൈകാലുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ വെള്ളം പറ്റിയതായിട്ടുള്ള തടാകം പോലെയാണ് അവളുടെ ഹൃദോദരം. ആ നീർച്ചുഴിയോട് കൂടിയിട്ടുള്ള വലിയൊരു തടാകത്തിന്റെ നടുക്ക് എങ്ങനെയാണോ ചുഴികളോട് കൂടിയിട്ടുള്ള ഒരു തടാകമുണ്ടെങ്കിൽ ആ തടാകത്തിലെ വെള്ളമൊക്കെ വറ്റി കിടക്കുന്നതായിട്ടുള്ള രീതിയിൽ തോന്നും അവളുടെ വയറ് കണ്ടു കഴിഞ്ഞാല്. ഇങ്ങനെ അത്യന്തം ഭീഷണമായിട്ടുള്ള ആ ഒരു രൂപം കണ്ട് അവളുടെ അലർച്ചയില് ആദ്യമേ ഭയചകിതരായിട്ടുള്ള ആ ഗോപന്മാര്
അവിടുന്ന് ആ ഭയന്ന് കിടുകിടാ വിറച്ചു ഓടുന്ന. എന്നാൽ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരുവിധ പേടിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ കാരണം എന്താണ്? കണ്ണൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രക്ഷയ്ക്ക് എന്നും ഞങ്ങളുടെ കൂടെ കണ്ണനുണ്ട് എന്ന് അവർക്ക് ബോധ്യമായതോടുകൂടി അവര് ആ ഭീകര രൂപത്തെ കണ്ട് പേടിച്ചില്ല. അവര് നേരെ എന്ത് ചെയ്തു? അവിടെതാ ഒരു കോവണി എടുത്തോണ്ട് വന്ന് അവളുടെ ആ വയറ്റത്തേക്ക് അങ്ങോട്ട് വരുത്തി വെച്ച് നേരെ മുകളില് ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്നതായിട്ടുള്ള ആ നീലക്കല്ലായിട്ടുള്ള ആ സച്ചിദാനന്ദ കട്ടയെ അവരിതാ വേഗം കയ്യിൽ നിന്ന് എടുത്ത് നേരെ സംഭ്രമത്തോടുകൂടി നേരെ യശോദാമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. യശോദാരോഹിണീഭ്യാം താസമം ബാലസ്യ സർവദാ രക്ഷാം വിദധിരേ സമ്യൽ ഗോപുച്ഛ ഭ്രമണാദി. യശോദ, ഉണ്ണി പേടിച്ചിട്ടുണ്ടോന്ന് നോക്കൂ എന്നുള്ള രീതിയിൽ ആ ഉണ്ണിക്ക് പേടി തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സന്യമാനം ചെയ്ത് കഴിഞ്ഞാല് ഉണ്ണികൾക്ക് പേടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. അങ്ങനെ യശോദാമ്മയുടെ കയ്യിൽ കൊടുത്തു. യശോദാമ്മ എടുത്തു, ആ സന്യമാനം ചെയ്യിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ആ പാല് കുടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായതോടുകൂടി ഉണ്ണിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ആ ഗോപികമാര് അവരുടേതായിട്ടുള്ള ചില മന്ത്രവാദങ്ങളെ കൊണ്ടൊക്കെ അവിടുന്ന് ആ ഉണ്ണിയെ എടുത്ത് രോഹിണിയും ആ ഗോപികമാരും ഒക്കെ കൂടി ചേർന്ന് ആ ഗ്രഹബാധകളൊക്കെ എല്ലാം ആ അരിഷ്ടങ്ങളൊക്കെ എല്ലാം മാറുവാൻ വേണ്ടിയിട്ട് എന്താണ് ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ചകൃതാ ദ്വാദശാംഗേഷു നാമഭീ. അവിടെ ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടോ നേരെ ആ ചാണകം കൊണ്ട് രജസാർഭകം ആ ഉണ്ണിയുടെ മേത്ത് ആ തിലകങ്ങളൊക്കെ ചാർത്തി. എന്നിട്ടോ അവിടുന്ന് ഓരോ ആ 12 അംഗങ്ങളിലും ആ 12 നാമങ്ങളെ കൊണ്ട്, ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് തന്നെ അവിടുന്ന് അവര്, കാരണം ഉണ്ണിയുടെ ബാഹ്യമായിട്ടൊന്നും ഉണ്ണിക്ക് പേടിയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ആന്തരികമായിട്ട് ഇനി മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ണിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് അവര് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഓരോ രീതിയില് അവ്യാതജോഘ്രിമണിമാംസ്തവജാന്വഥോരു യജ്ഞോച്യുതക്കടിതടജഠരം ഹയാസ്യ കേശവസ്തുര ഈശ ഇനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം. അവിടുന്ന് ജന്മാതിരഹിതനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ആ കാലടികള് ആ കൗസ്തുഭരത്നം ധരിച്ചിട്ടുള്ള ആ രത്നം ധരിച്ചിട്ടുള്ള അതുപോലെ കാൽമുട്ടും പിന്നെ ആ യജ്ഞൻ അതുപോലെ തന്നെ തുടകളും അച്യുതൻ ആ കടിതടം ഇങ്ങനെയുള്ള ഓരോരോ രീതികളില് ഭഗവാൻ നാശമില്ലാത്തവനായിട്ടുള്ള ആ അച്യുതൻ അരക്കെട്ടും അതുപോലെ തന്നെ ഹയഗ്രീവമൂർത്തിയുടെ ഉദരത്തെയും കേശവൻ ഹൃദയത്തെയും ഈശാനൻ എന്താണ് മാറിടത്തെയും അഥവാ അല്ലെങ്കിൽ ആദിത്യ മണ്ഡലത്തിൽ വാണരുളുന്നതായിട്ടുള്ള ആ ഭഗവാൻ കണ്ഠവും സർവവ്യാപിയായിട്ടുള്ള മഹാവിഷ്ണുത ഭുജങ്ങളെയും ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓം കേശവായ നമ, ഓം നം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഭം ഗോവിന്ദായ നമ, ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് തന്നെ ഓരോരോ ആ അംഗപ്രത്യംഗങ്ങളെയൊക്കെ രക്ഷിക്കട്ടെ. ഇന്ദ്രിയാണ് ഋഷികേശോ പ്രാണാൻ നാരായണോവതോ ശ്വേതദ്വയ പതിഷ്ഠിത്തം മനോ യോഗേശ്വരോവതു, ഇങ്ങനെയെല്ലാം ഓരോന്നും പറഞ്ഞുകൊണ്ട് അവരിതാ ആ ശിശുക്കൾക്ക് ദുസ്വപ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ആപത്തുക്കളൊന്നും വരുത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവര് ചെയ്തു. അവയെല്ലാം ആ ഭഗവാന്റെ നാമങ്ങളെ കൊണ്ടാണ് അവര് അന്ന് ആ മന്ത്രവാദങ്ങളൊക്കെ ചെയ്തത് എന്ന് അവിടെ പറയുകയാണ്. അവിടെ എന്തായാലും ഇവരെല്ലാം അദൃശ്യരായിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങളും ആയുധങ്ങളും ഒക്കെ നമ്മൾ നാരായണ കവചത്തിൽ പറയുന്നത് പോലെ എന്നും നമുക്ക് കവചമായിട്ടുണ്ടാവും. അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് അതിന് യോജിച്ചതായിട്ടുള്ള രൂപത്തെ അല്ലെങ്കിൽ ആ ഒരു നാമത്തെ അവിടുന്ന് സ്വീകരിക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചു. എന്തായാലും സ്നേഹപാശബദ്ധകളായിട്ടുള്ള ആ ഗോപികമാര് ഇപ്രകാരം രക്ഷകളൊക്കെ ചെയ്യപ്പെട്ടതായിട്ടുള്ള ആ പുത്രനെ യശോദ എന്ത് ചെയ്തു? യശോദ നേരെ കൊണ്ടുപോയി ആ സന്നിധാനമൊക്കെ ചെയ്ത് അവിടെ കിടത്തി ഉറക്കാൻ വേണ്ടി തയ്യാറായി. അപ്പത്തേക്കുമാണ് നന്ദഗോപരും കൂട്ടരും വസുദേവരുടെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് അവിടെ ആ മധുരയിലേക്ക് എത്തി. അവിടെ പൂതനയുടെ മൃതദേഹം കണ്ട് ആകെ അങ്ങോട്ട് വിസ്മയിച്ചു. എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത് ചോദിച്ചു. അവിടെ അപ്പൊ ഓർത്തു ആ വസുദേവരെ. എന്തായാലും ആ സത്യസന്ധനായിട്ടുള്ള വസുദേവര്, അങ്ങനെയാണ് വസുദേവരുടെ ഒരു തൂലികാ നാമം തന്നെ അതാണ്. അങ്ങനെയാണ് വസുദേവർക്ക് എന്നും, വസുദേവരെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടില്
അദ്ദേഹം സത്യമേ പറയൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. പറയുന്ന വാക്കുകൾ സത്യമാകും. അതാണ് വസുദേവരുടെ ഒരു മഹത്വം. എന്തായാലും വസുദേവരെ കുറിച്ചൊന്ന് വിചാരിച്ചു അവിടെ. അപ്പൊ മുൻജന്മത്തില് വല്ല മഹർഷിയോ അല്ലെങ്കിൽ അല്ലെ സംജാതോ യോഗേശോ വാസമാസേവം ദൃഷ്ടോ ഹ്യുൽപാദോ യഥാ ആനകദുന്ദുഭി. ആ ആനകദുന്ദുഭി യോഗശാസ്ത്ര വിശാരദനോ അല്ലെങ്കിൽ വലിയ ഒരു തപസ്വിയോ യോഗിയോ മറ്റോ ആയിരുന്നിരിക്കണം എന്നൊക്കെ വിചാരിച്ചോടെ വാക്കുകളെ ഓർത്തുകൊണ്ട് എന്തായാലും ആ ഗോകുലവാസികള് ആ പൂതനയുടെ ശരീരം കളയപരം പരശുഭിച്ഛിത്വാ തത്തേവ്രജോഗസ ദൂരെ ക്ഷിപ്ത അവയവശ നിദഹൻ കാഷ്ഠധിഷ്ഠിതം. എന്തായാലും ഇനി ഈ ശരീരത്തെയൊക്കെ ഇനി സംസ്കരിക്കണം. അതിനു വേണ്ടിയിട്ട് വലിയ കോടാലിയും മറ്റും ഒക്കെ കൊണ്ടുവന്ന് ആ പൂതനയുടെ ശരീരത്തെ മൃതശരീരം മുഴുവൻ വെട്ടിമുറിച്ച് വേറെ ആക്കിക്കൊണ്ട് ദൂരെ എവിടെയെങ്കിലും, കാരണം ഇവളുടെ ഈ ഒരു രാക്ഷസീയമായിട്ടുള്ള വൃത്തികെട്ടതായിട്ടുള്ള ഈ ശരീരത്തിന്റെ ഗന്ധം ഇനി എന്തായി ഗോകുലത്തെ ഇനി കളങ്കപ്പെടുത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ കളങ്കം വരാതിരിക്കുവാൻ വേണ്ടി ഗോകുലത്തിൽ നിന്നൊക്കെ അകന്ന് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് അവിടെ കൊണ്ട് ദഹിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാകര സൗരഭാം ഉദ്ധിത കൃഷ്ണ നിർഭുക്ത സപദ്യാഹതപത്മന. എന്നാൽ ഈ പൂതനയെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ആ ഒരു സ്പർശം അത് തന്നെയല്ല, ഭഗവാന്റെ അടുത്ത് ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ ഭഗവാനെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ യഥാർത്ഥമായിട്ടുള്ള ആ മായാവിത്വമൊക്കെ പോയി തന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശരീരം വീണ്ടെടുത്തു. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ആ കളങ്കങ്ങളെയും മുഴുവൻ ഭഗവാൻ അവിടുന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, ഭഗവാനോട് ചേർന്നു. ഇപ്പോ ശുദ്ധമായിട്ടുള്ള ആ പൂതനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഇപ്പോ കൃഷ്ണ നിർഭുക്ത സപദ്യാഹതപത്മന. ആ ഭഗവാന് പ്രിയങ്കരമായിട്ടുള്ള ഒരു വസ്തുക്കളെ ദാനം ചെയ്തവർക്ക് എപ്രകാരമാണോ സദ്ഗതി കൊടുക്കുക, അതുപോലെ കൃഷ്ണ നിർഭുക്ത സപത്യാഹത അല്ലെ. അവിടെ ആ ഭഗവാൻകൾ വാത്സല്യത്തോടുകൂടി അമ്മമാര്, അതായത് മാതൃതുല്യം വാത്സല്യവതികളായിട്ടുള്ള ഗോപികമാര്, ഇങ്ങനെ ഇതുപോലെ ആ യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ ആ പൂതന കൊടുത്തതായിട്ടുള്ള ആ ഒരു മാതൃഭാവം ഭഗവാൻ അത് സ്വീകരിച്ചുകൊണ്ട് അതിന് പകരമായിക്കൊണ്ട് പൂതനയ്ക്കും കൊടുത്തു. അവിടെ എന്താണ് മോക്ഷത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു ശരീരം, ആ സുഗന്ധം കലർന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ കൃഷ്ണനിൽ നിന്നും കൃഷ്ണനാൽ ഭുജിക്കപ്പെട്ടവളായി കഴിഞ്ഞാല് അല്ലെ, ഭഗവാൻ ആ പൂതനയിൽ നിന്നും അല്ലെ പാല് കുടിച്ചപ്പോഴത്തേക്കും അവിടെ ബന്ധമായി. യഥാർത്ഥത്തില് കൃഷ്ണനോട് ചേർന്ന ഒരു ബന്ധമായതോടുകൂടി അവളുടെ പാപമെല്ലാം വേരോടെ അവിടുന്ന് അർക്കപ്പെട്ടു. അതോടുകൂടി എന്താണ് ആ പൂതനാലോക ബാലഗ്നി രാക്ഷസീ രുധിരാശന ജിഘാംസയാപി ഹരയേ സ്തനം ദത്വാപസൽഗതിം. അവളുടെ ലോകബാലഗ്നിയാണ്. ലോകത്തുള്ള എല്ലാ കുട്ടികളെയും ബാലന്മാരെയും ഒക്കെ കൊന്ന് അതിന്റെ രാക്ഷസീ രുധിരാശന, അവരുടെ ആ രക്തങ്ങളെ കുടിക്കുന്നതായിട്ടുള്ള അവള് ജിഘാംസയാപി ഹരയെ, ഇവള് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് വന്നതായിട്ടുള്ള ആ ഭഗവാന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതായിട്ടുള്ള കാളകൂട വിഷം കൊടുത്തതായിട്ടുള്ള പൂതനയ്ക്ക് പോലും ഭഗവാൻ സദ്ഗതിയെ കൊടുത്തുവെങ്കിൽ കിം പുനഃശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിന്നു രക്താസ്തൻ മാതരോ യഥ. അങ്ങനെയാണെങ്കിൽ ആ ഗോപികമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പശുക്കളുടെ ഒക്കെ ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. എത്രയോ പൈക്കുട്ടികളാണ് അല്ലെ. അവിടെ പറയുന്നു പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഹി അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അഭിപസ്തനം. ഭഗവാൻ ആ തൃപ്പാദങ്ങള് ലോകർക്ക് എല്ലാവർക്കും അല്ലെ ഭഗവാനെ സ്മരിക്കുവാൻ ഏറ്റവും എന്താണ് യോജിക്കുന്നതായിട്ടുള്ള അംഗം എന്ന് പറയുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. പതഭജനം ശ്രേയ. അപ്പൊ ആ ശ്രീപാദങ്ങളെ കൊണ്ട് തന്നെ ആ പൂതനയുടെ ശരീരത്തിൽ ചവിട്ടിയതോടുകൂടി ആ ചവിട്ടി കേറി ആ എന്താണ് അവളുടെ സ്ഥലങ്ങളെയൊക്കെ
അവിടുന്ന് ആർത്തിയോടുകൂടി അവിടുന്ന് അങ്ങ് സ്വീകരിച്ചു. അങ്ങനെയാണ് എങ്കിൽ അംഗം യസ്യാസമാക്രമ്യ ഭഗവാൻ അഭിപസ്തനം. അങ്ങനെ അവള് യഥാർത്ഥത്തില് ആ മാറത്തേക്ക് അങ്ങോട്ട്, കുട്ടികൾ എങ്ങനെയാണോ അമ്മയുടെ മാറത്തേക്ക് ചവിട്ടി കയറുന്നത് എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി തന്റെ സ്വന്തം മകൻ അമ്മമാരുടെ മുമ്പിൽ എങ്ങനെയാണോ അവിടുന്ന് കളിക്കുന്നത്, അതേപോലെ തന്റെ മാറത്ത് കടന്ന് കളിച്ചതായിട്ടുള്ള ആ ഒരു സച്ചിദാനന്ദ കട്ട ഒരു നിമിഷ നേരം കൊണ്ട് മാതൃഭാവത്തെ അവിടുന്ന് ആസ്വദിച്ചു അവിടെ. അതിന്റെ പേരില് ആ മാതൃസ്നേഹത്തോടുകൂടി ഭഗവാൻ ആ മാതൃസ്നേഹത്തിന് പകരമായിക്കൊണ്ട് ആ മാതൃസ്ഥാനം ഏറ്റെടുത്തതായിട്ടുള്ള പൂതനയ്ക്ക് മോക്ഷം കൊടുത്തിട്ടുണ്ട്. എങ്കിൽ യാതുധന്യപിസാസ്വർഗമവാപജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീര കിമുഗാവോനു മാതരാം. അവിടെ പറയുന്നു അമ്മയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ സ്വർഗപ്രാപ്തിയാണ് പൂതനയ്ക്ക് അവിടെ ലഭിച്ചത്. അപ്പം മാതൃസ്നേഹത്തോടുകൂടി സന്യമാനം ചെയ്യിക്കുന്നതായിട്ടുള്ള ഏതമ്മമാർക്കും അവിടെ പറയുന്നു കൃഷ്ണഭുക്ത സ്തനക്ഷീരാക്കിമു ഗാവോന്ന് മാതരാ. അപ്പൊ അങ്ങനെ മാതൃവാത്സല്യത്തോടുകൂടി ഉണ്ണിക്ക് കൊടുക്കുന്നതായിട്ടുള്ള ആ സന്യമാനം അമ്മമാർക്കും ആ ഗോക്കൾക്കും ഒക്കെ ഇനി ഇത്തരം സദ്ഗതി ലഭിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ അവിടെ, അല്ലെ? പയ്യപ്പൈ കുട്ടി തന്നെ പരിചിനോട് പിടിച്ചുന്തി നീക്കിയിട്ട് തള്ളപ്പയ്യൻ കാൽ കൂടണഞ്ഞിട്ട് അകിടകിടവിടത്താൻ പതുക്കത്തലോടി തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി ചുരത്തും നറുമ്പാൽ അയ്യയ്യാ മുട്ടിക്കുടിക്കും പശുപ ശിശുപദം കേവലം ഏവലംബം. ആ യശോദാമ പൈക്കുട്ടികളെയൊക്കെ കറക്കാൻ നേരത്ത് ഇരിക്കുമ്പോഴേക്കും ഭഗവാൻ അവിടെ ചെല്ലും, ഉണ്ണി അങ്ങോട്ട് ചെല്ലും. ആ ഉണ്ണിയുടെ അടുത്തേക്ക് അങ്ങനെ വരുമ്പോ യശോദാമ എന്ത് ചെയ്യും? ആ കറന്ന് ചൂട് പാലെടുത്ത് അങ്ങോട്ട് ഉണ്ണിയുടെ കയ്യിലേക്ക് എടുത്തു. അപ്പൊ ഉണ്ണി എന്ത് ചെയ്യും? അവിടുന്ന് അങ്ങോട്ട് പറയും, എനിക്കത് വേണ്ട പറയും. അങ്ങനെ അമ്മയെ അങ്ങോട്ട് മാറ്റി നീക്കി പരിചിനോട് പിടിച്ചുന്തി നീക്കിയിട്ട് തള്ളപ്പയ്യൻ കാൽ കുടഞ്ഞാണ് പയ്യന്റെ കാലയിലേക്ക് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് നിന്നിട്ട് അകിടവിടത്താൻ പതുക്കെ തലോടി. ആ അകിട്ടിൽ ഇങ്ങനെ തലോടിക്കണ്ട് തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി. അങ്ങനെ അവിടെ അങ്ങോട്ട് ചെന്നിട്ട് മുട്ടുകുത്തി അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കിട്ടോ ചുരത്തും നറുമ്പാൽ ആ പൈക്കുട്ടിയുടെ സ്ഥലങ്ങളിൽ നിന്ന് അകിടിൽ നിന്ന് നേരിട്ട് ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നു. അയ്യയ്യാ മുട്ടിക്കുടിക്കും പശുപ ശിശുത്വ നാട്യം, അല്ലെങ്കിൽ പശുപ ശിശുപദം. ആ ഭഗവാൻ എങ്ങനെയാണോ പശുക്കുട്ടികള് അത് മുട്ടി കുടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഭഗവാൻ എന്താ ഒന്ന് ഇടിച്ച് അതങ്ങോട്ട് സ്വീകരിക്കും. കേവലം ഏവലംബം. അങ്ങനെയുള്ള ആ കണ്ണൻ ആ ഗോക്കൾക്ക്. എന്നിട്ടോ ഇതുപോലെ ഇങ്ങനെ പൈക്കുട്ടികളുടെ അവിടെ നിന്ന് നേരിട്ട് അങ്ങനെ കുടിക്കുമ്പോഴേക്കാണ് ഓരോ പൈക്കുട്ടികളും കണ്ണന്റെ അടുത്തേക്ക് ഓടി വരും. കണ്ണ ഇനി ഇങ്ങോട്ടോ, ഇവിടെ എന്നുള്ള രീതിയിൽ ആ പൈക്കുട്ടികൾക്ക് പോലും നിത്യാനന്ദത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ എല്ലാവർക്കും സദ്ഗതിയെ കൊടുക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ നമുക്ക്? കൃഷ്ണഭുക്തസ്തനക്ഷീര. ആരൊക്കെയാണോ വാത്സല്യത്തോടുകൂടി ഭഗവാനായിട്ട് കൊടുക്കുന്നതായിട്ടുള്ള നൈവേദ്യങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള കണ്ണൻ എല്ലാവർക്കും ആ സദ്ഗതിയിലേക്ക് എത്തിച്ചേർക്കും എന്ന് അവിടെ കാണിക്കുന്നു നമുക്ക്. ഇപ്പം പയാംസിയാസാമപിപുത്ര സ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീ പുത്ര കൈവല്യാദ്യ അഖില പ്രദാം. അവിടെ പറയുന്നു ദേവകീ പുത്രനായിട്ട് അവതരിച്ച ആ ഭഗവാൻ എല്ലാവർക്കും മോക്ഷം മുതലായതായിട്ടുള്ള സർവ പുരുഷാർത്ഥങ്ങളും നൽകുവാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ, അവിടെ മൃഗങ്ങളെന്നോ അല്ലെങ്കിൽ മനുഷ്യരെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ സദാസമയവും പുത്രനായി കണ്ട് പുത്ര സ്നേഹത്തോടുകൂടി കൊണ്ട് അവിടുന്ന് ചുരത്തിയതായിട്ടുള്ള പാൽ കുടിപ്പിച്ചതായിട്ടുള്ള ഏതൊരു ആൾക്കും, അത് പശു ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അജ്ഞാനത്തിൽ നിന്ന് ഇന്ന് ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള സംസാര ദുഃഖത്തിൽ നിന്നും, സംസാര ദുഃഖം ഒരിക്കലും അവരെ അവിടുന്ന് അനുഭവിക്കാൻ അനുവദിക്കില്ല ഭഗവാൻ. നമ്മയെ
ഭക്ത പ്രണശ്യതി എന്നുള്ള ഒരു പ്രതിജ്ഞ. അങ്ങനെ പൂതനയുടെ ആ ശവസംസ്കാരം ഒക്കെ കഴിയുന്നത് വരെ ഗോകുലത്തില് ഇല്ലാതിരുന്നതായിട്ടുള്ള നന്ദഗോപര് മുതലായവര് മടങ്ങി വന്നപ്പോഴേക്കും അവിടെ ശ്മശാനത്തിലെ പുകയുടെ ആ ഒരു സുഗന്ധം അനുഭവിച്ചാണ് അവർ വരുന്നത്. എന്താന്ന് ചോദിച്ചു, എന്താ ഇത്ര ഒരു സൗരഭ്യമായിട്ടുള്ള ഒരു ഗന്ധം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ അവർ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. എന്തായാലും പ്രജത്തിലുള്ളവരൊക്കെ അവിടുന്ന് ആ ഗോപന്മാരും അതുപോലെ തന്നെ ഗോപികമാരും വർണ്ണിച്ചങ്ങ് കേൾപ്പിച്ചോടെ ആ പൂതനയുടെ ഒരു മഹത്വവും അതിൽ നിന്ന് പൂതനയ്ക്ക് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ഒരു സാമീപ്യവും എല്ലാം ഗോപന്മാരൊക്കെ അവിടെ പറഞ്ഞു. ആ ലക്ഷ്മി ഭഗവതി ആയിക്കൊണ്ട് വന്നതായിട്ടുള്ള പൂതനയെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെ കണ്ണന്റെ അടുത്തേക്ക് വന്നതായിട്ടുള്ള ആ പൂതന കണ്ണന്റെ അടുത്തേക്കാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഭക്തന്മാരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കില്ല അവിടെ. അപ്പൊ പൂതന വന്നതും അവളിതാ ആ മൃത്യുവിനെ ഇരയായതുമൊക്കെ ആ കൃഷ്ണൻ യാതൊരുവിധ ഹാനിയും തട്ടാതെ രക്ഷപ്പെട്ടത് ഓർത്തുകൊണ്ട് സന്തോഷിച്ചു. കാരണം എന്താണ്, ഓരോരുത്തരുടെ വാക്കുകളുടെയിലൂടെയും ആ ഗോപന്മാരുടെ ഒക്കെ ഓരോ വാക്കുകളിലൂടെയും അത്ര കണ്ട് സംരക്ഷണം എൻ്റെ ഉണ്ണിക്ക് ഈ ഗോപന്മാർ കൊടുക്കുന്നുണ്ടല്ലോ, അവൻ ആരാധിക്കുന്നുണ്ടല്ലോ. ആ ഗോപന്മാരുടെ ഭക്തി, ഗോപികമാരുടെ ഭക്തിയൊക്കെ അവിടുന്ന് മനസ്സിലാക്കി അവിടുന്ന് നന്ദഗോപൻ ഒന്ന് ഉള്ളുകൊണ്ട് ഒന്ന് ആശ്വസിച്ചു. എൻ്റെ ഉണ്ണിക്ക് എല്ലാവരും ഒരേപോലെ സംരക്ഷണത്തിനുള്ള രീതിയിൽ ആ അവരുടെ വാക്കുകളിൽ നിന്ന് അവിടുന്ന് മനസ്സിലാക്കി. എന്തായാലും ആ മരിച്ചയാളെ തിരിച്ചു കിട്ടിയുള്ള ഒരു പരമാനന്ദമാണ് യഥാർത്ഥത്തിൽ നന്ദഗോപർ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്റെ ഉണ്ണിയെ അവിടുന്ന് എടുത്തു നന്ദഗോപര്, മാറോട് അങ്ങോട്ട് അണച്ചു, ആ മൂർധാവിൽ നിന്ന് ചുംബിച്ചു. അദ്ദേഹം ആ ഒരു നിർവൃതിയില് ആ ഒരു പരമ ആനന്ദ സ്വരൂപനായിക്കൊണ്ട് കുറച്ചു നേരത്തേക്ക് അങ്ങനെ നിന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പൂതനാമോക്ഷം, ഏതൽ പൂതനാമോക്ഷം കൃഷ്ണസ്യ അത്ഭുതമത്ഭുതം ശൃണുയാൽ ശ്രദ്ധയാമർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഗോവിന്ദം ആദി ഗുരുവായിട്ടുള്ള ആ ഗോവിന്ദനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് രതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള പൂതനാമോക്ഷ ചരിത്രം കേവലം ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള ഭഗവാന്റെ അത്ഭുത ലീല എന്നുള്ള ഈ ഒരു ചരിത്രം അത് വേണ്ട രീതിയിൽ എങ്ങനെയാണോ അവിടെ പൂതന വന്നതും ആ പൂതനയുടെ അവസ്ഥയെ എല്ലാം മാറ്റിയതും ഭഗവാന്റെ ഒരു കരസ്പരിശത്തോടുകൂടി തന്റെ ആ രാക്ഷസീയ ഭാവത്തെ പുറത്തെടുത്തതും അത് എല്ലാം നശിപ്പിച്ചു. ആ രാക്ഷസീയ ഭാവം പുറത്തെടുത്ത് നശിപ്പിക്കും. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ലീല. നമ്മൾ എത്രയൊക്കെ കാപട്യങ്ങൾ കാണിച്ചാലും നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള വസ്തുതയിലേക്ക് കൊണ്ടുവന്ന് നമ്മളിലുള്ള ശുദ്ധമായിട്ടുള്ള ഒന്നിനെ അവിടുത്തെ ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറാകും അവിടെ. അങ്ങനെയുള്ള ഈ ഒരു പൂതനാമോക്ഷം കേട്ട് കഴിഞ്ഞാല് ഗോവിന്ദേ ലഭതേ രതിം, ആ ഭഗവാനില് രതി ഉണ്ടാകും എന്നുള്ള ആ ഫലശ്രുതിയോടുകൂടിയാണ് പൂതനാമോക്ഷം കഥ അവിടെ സമർപ്പിച്ചത്. ഇനി നമുക്ക് ആ പൂതനാമോക്ഷം എന്നുള്ള ഭാഗം പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.